2020 NDA പ്രവേശനം ED അന്വേഷണത്തിനിടെ ഫെമ ചട്ടലംഘനത്തിനായിരുന്നു സാബു ജേക്കബിനെതിരെ ED കേസെടുത്തത്. സാബു ജേക്കബിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി 3 തവണ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ സാബു നേരിട്ട് ഹാജരാവുകയോ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, 2020 NDA പ്രവേശനം കച്ചവട താൽപര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നായിരുന്നു വിമർശനമുയർന്നു വന്നത്. എന്നാൽ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ED കേസുണ്ട്. അപ്പോൾ ആ കേസിൽ നിന്നുകൂടി തടി തപ്പുക, രക്ഷപ്പെടുക എന്നതുകൂടി ലക്ഷ്യമിട്ടുണ്ടാകുമോ സാബു ജേക്കബ്? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്ത. അതായത് ഈ 2020 NDAയിലേക്ക് പ്രവേശിച്ചത് അത് വെറും കച്ചവട താല്പര്യം മാത്രമല്ല, EDയുടെ അന്വേഷണം സാബു ജേക്കബിലേക്കും അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്കും വന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു NDA പ്രവേശനം അല്ലെങ്കിൽ NDAയിലേക്ക് 2020 പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ED 3 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഈ ഫെമ ചട്ട നിയമ ലംഘന പ്രകാരമായിരുന്നു ഇത്തരത്തിൽ ED കേസെടുത്തത്. അങ്ങനെ സാബു ജേക്കബിന്റെയും അദ്ദേഹത്തിന്റെ കമ്പനി കിറ്റക്സ് കമ്പനിക്കുമെതിരെ ED കേസെടുക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 3 തവണ സാബു ജേക്കബിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ 3 തവണ നോട്ടീസ് നൽകിയപ്പോഴും സാബു ജേക്കബ് ഹാജരായില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഹാജരായതെന്നും ഇപ്പോൾ പറയുന്നു. എന്നാൽ പിന്നീട് സാബു ജേക്കബ് നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED വീണ്ടും നോട്ടീസ് നൽകുകയും സാബു ജേക്കബ് നേരിട്ട് ഹാജരാകണമെന്ന നിലപാടാണ് ED സ്വീകരിച്ചത്. പിന്നീട് ഈ EDയുടെ നീക്കമെന്നതിനെ കൽപ്പിക്കുമ്പോഴാണ് സാബു ജേക്കബിന്റെ ഈ 2020 NDAയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു NDA പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം തന്നെയും നിരവധി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരെല്ലാം തന്നെയും ആരോപിച്ചതും കച്ചവട താല്പര്യത്തിന് വേണ്ടിയുള്ള അതിബുദ്ധിമാന്റെ ഒരു നിലപാടാണ് ഈ 2020 സ്വീകരിച്ചത്. മാത്രമല്ല, ഈ 2020യെ വിശ്വസിച്ചുകൊണ്ട് നിരവധി സാധാരണക്കാരായ ആളുകൾ വോട്ട് ചെയ്ത് അവരെല്ലാം തന്നെയും വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ LDFും UDFും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് സാബു ജേക്കബിന്റെ ഈ NDA മുന്നണി പ്രവേശനം അത് ED അന്വേഷിച്ചു. ഇപ്പോൾ ആ കേസ് എന്തായി? 3 തവണ നോട്ടീസ് നൽകി സാബു ജേക്കബ് ചോദ്യം ചെയ്യലിനൊന്നും എത്തിയില്ല. ഇപ്പോൾ അതേറെക്കുറെ ഈ വഴിമുട്ടിയ അവസ്ഥയിൽ അന്വേഷണം മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണോ? ഇതിൽ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ ഇത് ചട്ടലംഘനം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതായത് ഫെമ ചട്ട ലംഘനം നടത്തി സാബു ജേക്കബും അദ്ദേഹത്തിന്റെ കമ്പനിയായ കിറ്റക്സ് കമ്പനി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം ആരംഭിക്കുന്നതും കഴിഞ്ഞ 6 മാസത്തിന് മുൻപാണ് ഇത്തരത്തിൽ EDയുടെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അടക്കമെല്ലാം തന്നെയും കോൺഗ്രസിന്റെയൊക്കെ നിരവധി ഉന്നതരായ പല വ്യക്തികളും പല രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെയും BJPയിലേക്ക് ചേക്കേറുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഒരു നേടിൽ വരുമ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് രാജിവെച്ച് BJPയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ആ അന്വേഷണം എങ്ങും എത്താതെ പോവുകയും ആ അന്വേഷണം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ നിരവധി തവണ കണ്ടതാണ്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ ഇനി സ്വാഭാവികമായും സാബു ജേക്കബിനെതിരെ ഒരു EDയുടെ നടപടി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നിലവിൽ EDയുടെ മറ്റു നോട്ടീസൊന്നും തന്നെയും സാബു ജേക്കബിന് ലഭിച്ചിട്ടില്ല. നേരത്തെ 3 തവണ നോട്ടീസ് ലഭിക്കുകയും ആ നോട്ടീസെല്ലാം തന്നെയും ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്ന് ഹാജരായത്. അപ്പോഴെല്ലാം തന്നെയും സാബു ജേക്കബ് നേരിട്ട് ഹാജരാകുന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് NDAയുടെ പ്രവേശനം. സ്വാഭാവികമായും ഇപ്പോൾ സാബു ജേക്കബിന്റെ NDAയുടെ പ്രവേശനം ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വരവോടുകൂടി തന്നെയാണെന്ന് ഏകദേശം ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഉത്തരേന്ത്യയിലും മറ്റുമെല്ലാം